ഹല്ലേലൂയ. സിസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാവശ്യം ബലത്തിലാണ് അവിടെ സ്വദേശം. സ്തോത്രം. ഹല്ലേലൂയ. ഡൽഹിയിൽ അവർ ആയിരിക്കപ്പെടുന്നു. തുടർന്നുള്ളതായ കാര്യവിവരങ്ങൾ അവർ തന്നെ അറിയിക്കും. തുടർന്നുള്ളതായ ഒരു 10 മിനിറ്റ് കർത്തൃദാശിക്ക് സമയം വേർതിരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവത്തിലാകാം. കർത്താവ് പ്രിയ ദൈവദാസി നമുക്ക് കരങ്ങളെ തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ പ്രിയ ദൈവദാസി മുമ്പോട്ട് കടന്നു വരും. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇപ്രകാരം സമയം നിങ്ങളോടൊപ്പം ആയിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തോത്രം ചെയ്യുവാനും എല്ലാം ദൈവമായ കർത്താവ് അടിയൻ്റെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യത്തിനായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഞാൻ പ്രാവശ്യമ്പലത്തേയാണ്. ഗേൾ ചേച്ചിയുടെ വല്യമ്മച്ചിയുടെ മോളാണ്. ഞാൻ ഡൽഹിയിൽ ഒരു 25-26 വർഷത്തോളം കൊണ്ട് ഡൽഹിയിൽ സുവിശേഷ വേലയുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ അവിടെയും സൂക്ഷിച്ച് ദൈവകരം നമ്മോടൊപ്പം കൂടെ ഇരുന്ന് ദൈവവേലയിൽ വർദ്ധിച്ചു വരുവാനും അനേകം പേര് ദൈവത്തിന് വേണ്ടി വേർതിരിക്കുവാനും ഒക്കെ ദൈവമായ കർത്താവ് അടിയങ്ങളെ സഹായിച്ചുകൊണ്ടായിരിക്കുന്നു. നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളെയും ഞങ്ങളുടെ സഭയെയും കുറച്ച് പേരവിടെ ഉണ്ട്. കോവിഡ് വന്നപ്പോഴത്തേക്കും ബാക്കിയൊക്കെ അറിയാമല്ലോ, എല്ലാം ഒക്കെ ഇങ്ങനെ മാറിപ്പോകാനൊക്കെ ഇടയായി തീർന്നു. എങ്കിലും ദൈവകരം നമ്മോടൊപ്പം കൂടെ ഇരുന്ന് വേലയിൽ വർദ്ധിച്ചു വരുവാനും അവിടെ ആയിരിക്കുവാനും ആ പ്രദേശത്ത് ദൈവവേലയുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുവാനും എല്ലാം ദൈവമായ കർത്താവ് നമ്മയും സഹായിക്കുന്നു. നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. 10 മിനിറ്റ് സമയം പറഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി ടെസ്റ്റ് മണി പറഞ്ഞ് ഞാൻ പോകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും വചനത്തിൽ നിന്ന് അല്പമായിട്ടൊന്ന് ചിന്തിച്ചിട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കാം. മതി. ഭൂതഗ്രസ്തനായവൻ യേശുവിനോട് ചോദിച്ച വാക്യാണ്, ഞാനും കൂടെ പോരട്ടെയോ? നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുപാദപീഠത്തെങ്കിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് കടന്നു വരുന്ന കർത്താവേ, ഒരു വേദഭാഗം വായിച്ചിരിക്കുന്നുവല്ലോ. ദൈവകരം അനുകൂലമായി വെളിപ്പെടുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാറ്റമില്ലാത്ത ദൈവകൃപ ഞങ്ങളോട് കൂടെ ഇരിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസാന്നിധ്യത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും മറച്ചോളുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ മറയ്ക്കും, മാനമകത്തെടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം. നമുക്കിതിൻ്റെ പശ്ചാത്തലവും കാര്യങ്ങളെല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ ഈ ഭൂതഗ്രസ്തൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാനും നിന്നോട് കൂടെ വരട്ടെയോ. എനിക്ക് എൻ്റെ കുഞ്ഞമ്മയുടെ ഒരു മോളുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ ചെറുതിലെ അവരെ വീട്ടിൽ കാണാൻ പോകുമായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങളടുത്ത് മിണ്ടാനൊന്നും വരത്തില്ല. പക്ഷേ ഞങ്ങൾ പോകാൻ ഇറങ്ങുമ്പോൾ, ഞങ്ങൾ രാവിലെ ഒരു പക്ഷേ പോകും, വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ഞങ്ങൾ തിരിച്ച് വരാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും വരാനിറങ്ങുമ്പോൾ ഭയങ്കര കരച്ചിലാണ്. ഒരു ചെറിയ ഒരു ബെറ്റിക്കോട്ടൊക്കെ ഇട്ട് പിന്നെ കുഞ്ഞമ്മയുടെ മോള് കരയും. ഞങ്ങൾ അവരെ വിടരുതേ, ഞങ്ങളടുത്ത് വരത്തില്ല, കുഞ്ഞമ്മയുടെ അടുക്ക ചെന്നും മൂത്ത ചേച്ചിമാരെയൊക്കെ അടുക്ക ചെന്നും ഒക്കെ കരഞ്ഞു പറയും, അവരെ വിടരുതേ വിടരുതേ വിടരുതേ. ഈ വേദഭാഗം വായിച്ചപ്പോൾ ഞാൻ അവളെയാണ് ഓർക്കുവാൻ ഇടയാത്തിയിരുന്നത്. ഇന്ന് സുവിശേഷ വേലയിൽ അനേക ദൈവമക്കളെ സ്വർഗരാജ്യത്തിന് ആദായമാക്കിക്കൊണ്ട് ദൈവവേലയിൽ ആയിരിക്കുന്നു. അതേപോലെയാണ് ഒരു കൊച്ചു കുഞ്ഞ് ആ ഒരു പ്രവൃത്തി പോലെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് നോക്കുന്നത്. ഞാനും പോരട്ടെ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കൊടുത്ത മറുപടി തൊട്ട് താഴെയുണ്ട്. എന്തെന്നറിയുമോ? വേണ്ട. അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് ആ മറുപടി പറയുവാൻ ഇടയായിത്തീർന്നത്? വേണ്ട എന്ന് പറയുവാൻ ഇടയായിത്തീർന്നത്. നമുക്ക് എല്ലാവർക്കും ആ പശ്ചാത്തലം അറിയാവുന്നത് കൊണ്ട് തന്നെ എങ്കിലും ഞാൻ ഒറ്റ വാക്കിൽ പറയാം. കുടുംബത്തോടൊപ്പം ഭാര്യ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മക്കളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, ബന്ധുക്കളോടൊപ്പം, നാട്ടുകാരോടും സുഹൃത്തുക്കളോടും ഒക്കെ കഴിഞ്ഞിരുന്ന ഒരു യൗവനക്കാരനായ ചെറുപ്പക്കാരൻ തന്നെയായിരുന്നു ഈ ചെറുപ്പക്കാരനും. ചരിത്രം പഠിപ്പിക്കുന്ന നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ജോലിയുള്ള എന്നൊക്കെയാണ്. പക്ഷേ എങ്കിലും അവിടെ നിന്നെല്ലാം വേർതിരിച്ച്, കുടുംബത്തിൽ നിന്ന് വേർതിരിച്ച്, മനുഷ്യന് വന്ന ആ ബന്ധത്തിൽ നിന്നെല്ലാം വേർതിരിച്ചിട്ട് ആരും വസിക്കാത്തിടമായ ശ്മശാനത്തിൽ കൊണ്ടുപോയി ഒറ്റയ്ക്ക് താമസിപ്പിക്കുകയാണ് ഈ ഇദ്ദേഹത്തിനെ. അപ്പോൾ ഒറ്റയ്ക്ക് അവിടെ ആയിരിക്കുകയാണ്. സ്വന്തം ശരീരത്തെ ഇടിച്ചും തകർത്തും നുറുക്കിയും എല്ലാം ദണ്ഡിപ്പിച്ചും എല്ലാം അവിടെ ആയിരിക്കുന്നു. ആർക്കും ഇവനെ തടുക്കുവാനോ അല്ലെങ്കിൽ ഇവനെ ബന്ധിക്കുവാനോ ഒന്നിനും കഴിയുന്നില്ലായിരുന്നു. പക്ഷേ എന്തിനാ യേശു ഇത്ര അത്യാവശ്യമായിട്ട് അവിടേക്ക് കയറി ചെന്ന് ഈ മനുഷ്യനെ വിടുവിക്കുവാൻ ഇടയായി തീർന്നത്? നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാം, പിശാചിൻ്റെ
ബന്ധനങ്ങളെ അഴിക്കുവാൻ തന്നെ മനുഷ്യപുത്രൻ വന്നു. ആ വചന നിവൃത്തീകരണമാണ് ഈ ഗദരദേശത്തേക്ക് കടന്നു ചെന്ന് ദൈവമായ കർത്താവ് അല്ലെങ്കിൽ നമ്മുടെ യേശു കർത്താവ് ഈ ഭൂതഗ്രസ്തനെ പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് എല്ലാം അഴിച്ചു വിടുവിക്കുവാൻ ആരുടെയും പ്രേരണ കൂടാതെ കടന്നു ചെല്ലുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഈ യേശു അതിൻ്റെ 9ാമത്തെ വാക്യമാണ് തോന്നുന്നു, അങ്ങനെ പറയുന്നുണ്ട്, യേശു ഓൾറെഡി പിശാചിനോട് കൽപ്പിച്ചിരുന്നു പോകുവാൻ. പക്ഷേ യേശു ഈ ഗദരദേശത്തേക്ക് കയറി വന്നപ്പോൾ അല്ലെങ്കിൽ ഈ ശ്മശാനത്തിലേക്ക് കയറി വന്നപ്പോൾ സ്വീകരിച്ചത് ഈ ഭൂതമാണ്. പക്ഷെ ഓൾറെഡി കർത്താവ് കൽപ്പിച്ചിരുന്നു പോകാൻ. എന്തുകൊണ്ടാണ് ഇത് പോകാതിരുന്നത്? നമുക്കറിയാം, ഈ ശതാധിപൻ്റെയും അല്ലെങ്കിൽ സുരേനിഫിക്കാരുടെ മകളുടെയൊക്കെ വിടുവിക്കുക ഒറ്റ വാക്കിൽ തന്നെ ആ നിമിഷം തന്നെ ഭൂതഗ്രസ്തൻ്റെ അല്ലെങ്കിൽ രോഗസൗഖ്യമൊക്കെ പ്രാപിച്ചു. ഇവിടെ എന്താ ഈ ഭൂതം പോകാതിരുന്നത്? അപ്പം ഭൂതം ഇവിടെ പോയിട്ടില്ല. ഭൂതം എന്താ ചെയ്തത്? കർത്താവ് അവിടെ കയറി വന്നപ്പോൾ സ്വീകരിച്ചത് ഭൂതമാണ്. എന്നിട്ട് അവിടെ ഒരു വാഗ്വാദവും തർക്കവും ബഹളവും ഒക്കെ നടക്കുന്നുണ്ട്. നീ എന്തിനാ ഇപ്പോൾ കയറി വന്നത്? നീ എന്തിനാ ഇപ്പോൾ വന്നത്? സമയത്തിന് മുന്നേ എന്നെ ദണ്ഡിപ്പിക്കുവാൻ വന്നതോ? അപ്പൊ പിശാചിന് അറിയാം ഒരു ദണ്ഡനം എപ്പോഴായാലും ഉണ്ട് എന്നുള്ളത്. അപ്പൊ സമയത്തിന് മുന്നേ എന്നെ ദണ്ഡിപ്പിക്കുവാൻ വന്നുവോ? ഏതാ സമയം? പിശാച് പറഞ്ഞ സമയം അതേതാണ്? നമുക്കെല്ലാവർക്കും അറിയാം, 1000 ആണ്ട് ഒരു വാഴ്ചയുണ്ടല്ലോ. ആ സമയത്ത് പിശാചിന് എന്താണ്? ചങ്ങലക്കിട്ട് അഗാധ കൂപത്തിലിടുന്ന ഒരു സമയമുണ്ട്. ആ സമയം വരെ തനിക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ കൂടെ അല്ലെങ്കിൽ ആരിലേക്ക് പ്രവേശിക്കാമോ അവരിലെല്ലാം കയറി ഇതിന്റെ ഇഷ്ടം ചെയ്ത് സമയത്തിന് മുന്നേ ദണ്ഡിപ്പിക്കുവാൻ എന്തിനാ നീ ഇപ്പോൾ വന്നത്? യേശു കർത്താവിനോട് വാദിക്കുകയാണ് പിശാച്. അങ്ങനെ വാദം എല്ലാം കഴിഞ്ഞ് എന്തെന്നറിയാമോ? നീ സ്വർഗത്തിലെ കാര്യം നോക്കിയത് തമാശയാണ്. സ്വർഗത്തിലെ കാര്യം നോക്കിയാൽ പോരെ? ഞാൻ ഈ ഭൂമിയിലെ ദൈവം, വചനം ഉണ്ടല്ലോ, എന്താണ്? ഈ ലോകത്തിന്റെ ദൈവം അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ദൈവമാണ് പിശാച് എന്ന് പറയുന്നത്. നിനക്കുള്ള സ്വർഗത്തിൽ കാര്യങ്ങൾ നോക്കിയാൽ പോരെ? ഈ ഭൂമി ഇപ്പോൾ എൻ്റെ അധീനതയിലാണ്, ഞാൻ ഇവിടെ നോക്കിക്കളാം. ഈ വാക്കും തർക്കങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ കർത്താവിനടുത്ത് വല്ല പരിപാടി നടക്കും. അവസാനം എന്ത് പറ്റി? 18ാമത്തെ അടവായ അപേക്ഷയുമായിട്ട് വരികയാണ്. അപേക്ഷയുമായിട്ട് വന്നിട്ട് പറയാണ്, എന്തായാലും നീ എന്നെ പുറത്താക്കും ഇല്ലേ? ഈ മനുഷ്യനെ കൊണ്ടുപോക്കോ, എന്നെ എന്തായാലും പുറത്താക്കും, ഒരു ഉപകാരം ചെയ്യണം. അപേക്ഷയായിട്ട് വന്ന് പറയണം, ഈ പന്നികളുടെ ഇടയിലേക്ക് എന്നെ അയക്കണമേ. എനിക്ക് ഈ പ്രദേശം വിട്ടു പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ലൂക്കോസിന്റെ ലേഖനത്തിലൊക്കെ നമുക്കറിയാം ഭേദഭാഗമൊക്കെ. ഈ പന്നികളിലേക്ക് എന്നെ വിടയണമേ. അവിടെയും കർത്താവ് എന്താണ്? പിശാചിന്റെ വാക്കിന് ഓക്കെ ശരി, നീ പന്നിയിലേക്ക് പൊയ്ക്കോ. എന്തുകൊണ്ടാണ് കർത്താവ് അവിടെ അങ്ങനെ പറയുവാൻ ഇടയായി തീർന്നത്? നമുക്കറിയാം, ഈ യേശുവിനെ പരീക്ഷിച്ച ഉപവാസം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ 4ഓളം പരീക്ഷ അവിടെ കൊടുക്കുന്നുണ്ട് പിശാചി യേശുവിനടുത്ത്. ഒന്നിനും വിട്ടുവീഴ്ച കൊടുത്തില്ല. 4ാമത്തേൽ പോ പിശാച്, എന്നെ വിട്ടു പോകുന്നത് ശാസിച്ച് വിട്ട കർത്താവ് എന്തിനാ ഇവിടെ അനുവാദം കൊടുത്തേ? പിശാച് ഓക്കെ നീ പൊയ്ക്കോ, നീ പന്നികളിലേക്ക് തന്നെ പൊയ്ക്കോ എന്ന് പറയുവാൻ കാരണം എന്താണ്? പിശാച് പറഞ്ഞു, എന്നെ നീ ഒരിക്കലും പാതാളത്തിലേക്ക് വിടരുതേ. എന്തുകൊണ്ടാണ് പിശാച് അങ്ങനെ പറയുവാൻ ഇടയായി തീർന്ന് പാതാളത്തിലേക്ക് വിടരുതേന്ന്? പിശാചിന് നന്നായിട്ട് അറിയാം പാതാളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന്. പിശാചിന് പോലും പോകുവാൻ ഇഷ്ടമില്ലാത്ത പാതാളത്തിലേക്ക് പോകുവാനാണ് മനുഷ്യരായ അല്ലെങ്കിൽ മനുഷ്യർക്ക് എല്ലാവർക്കും താല്പര്യം. ഈ ലോകത്തിൽ വചനാടിസ്ഥാനത്തിൽ ജീവിക്കാത്ത എല്ലാവർക്കും ഒരുക്കി വെച്ചിരിക്കുന്ന, പിശാചിനും അവരുടെ കൂട്ടർക്കും ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്തേക്കാണ് ഇവർ പോകേണ്ടത്. ഒരു ചിന്തയുമില്ല. എന്തുകൊണ്ടെന്നറിയാമോ? മനുഷ്യൻ പാതാളത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്, ആ നാശത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് അവർക്കറിയത്തില്ല. ഈ പിശാചിന് നന്നായിട്ട് അറിയാം പാതാളത്തെക്കുറിച്ച്. അതുകൊണ്ട് അപേക്ഷിക്കണം, എന്നെ അങ്ങോട്ട് വിടരുതേ. കർത്താവ് വരാൻ താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരും നശിച്ചു പോകാതെ മാനസാന്തരപ്പെട്ട് എല്ലാവരും ദൈവത്തിലേക്ക് തിരിയണം. ആരും പാതാളത്തിൽ പോയത് കർത്താവിന് ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ്? ദൈവത്തിനറിയാം അതിൻ്റെ അവസ്ഥ എന്താണ്. അത്ര ഭീകരമാണ്. ആ ഭീകരതയിലേക്ക് പോകുവാൻ ഈ പിശാച് താല്പര്യപ്പെട്ടില്ല. പന്നിയിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. ഓക്കെ ശരി, ദൈവം പറഞ്ഞു, യേശു പറഞ്ഞു, ഓക്കെ പന്നിയിലേക്ക് പൊയ്ക്കോ. എന്തുകൊണ്ടെന്നറിയാമോ? അത് ഇച്ചിരി പുറകോട്ട് നമ്മൾ പോകുമ്പോൾ ഗോത്രപിതാക്കന്മാർ 12 പേര് ഇറങ്ങിയപ്പോഴത്തേക്കും അവർ നോക്കിയപ്പോൾ ഈ പ്രദേശത്തേക്ക് വന്നപ്പോൾ യോർദാൻ്റെ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഇക്കരെ വന്നപ്പോൾ അവർ നോക്കിയപ്പോൾ നീരോട്ടം ഓടുന്ന സ്ഥലം, നല്ല സ്ഥലം, കുഴപ്പമില്ല, കൊള്ളാം, ഇവിടെ നല്ല ജനമാണ്, അല്ലെങ്കിൽ നല്ല സമ്പാദിക്കാൻ പറ്റിയ ഇടമാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നല്ല നീരോട്ടം കണ്ടപ്പോൾ 2.5 ഗോത്രം എന്ത് ചെയ്തു? അവിടെ തമ്പടിച്ചു. നമുക്കറിയാം, രൂബേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതി ഗോത്രവും അവിടെ തമ്പടിച്ചു. മാടുകളെയൊക്കെ മേച്ച് തലമുറകൾ പിന്നിട്ട് വന്നപ്പോൾ ദൈവത്തെ മറന്നു. ആടുമാടുകളെല്ലാം ആരായി മാറി? ഇപ്പോൾ പന്നി കൃഷിയായി മാറി, പന്നികളായി മാറി. അപ്പൊ അവർക്ക് കൂടെയുള്ള ഒരു പണിഷ്മെന്റ് ഇത്. കർത്താവ് പറഞ്ഞു അവരേക്ക് പോകാൻ, കർത്താവ് പറയുവാൻ തന്നെ കാരണമായി തീർന്നത്. അപ്പോൾ ഈ പന്നികൾ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ
പിശാച് പന്നിയിലോട്ട് കയറിയപ്പോൾ എല്ലാം കൂടെ ഓടിച്ചെന്ന് അവിടെ വെള്ളത്തിൽ മുങ്ങി ആത്മഹത്യ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. മനുഷ്യർ കാണിക്കാത്ത ബുദ്ധിയാണ് ഇവിടെ ആര് കാണിച്ച? പന്നികൾ കാണിച്ചത്. മനുഷ്യൻ ഇത്രയും വർഷം പിശാചിനെയും കൊണ്ട് നടന്നിട്ട് മനുഷ്യനെ ബുദ്ധി തോന്നിയില്ല. പക്ഷെ പന്നി തിരിച്ച് ചിന്തിച്ചെന്നറിയുമോ, ഈ ഭൂതത്തിന് ചുമത്തോണ്ട് നടക്കേണ്ട ആവശ്യം എനിക്കില്ല, ഞാൻ എൻ്റെ ജീവിതം പോയാലും സാരമില്ല. പന്നി എന്ത് ചെയ്ത് എല്ലാം പോയി ചെന്ന് ആത്മഹത്യ ചെയ്ത് കളയാൻ ഇടയത്തീർന്നു. എനിക്ക് പറ്റത്തില്ല ഇതിനെ ചുമന്നോണ്ട് നടക്കുവാൻ, ഇല്ലേ? അപ്പോൾ എല്ലാം ചാകുവാൻ ഇടയത്തീർന്നു. ഇതാണ് കർത്താവ് ഉദ്ദേശിച്ചതും. കർത്താവ് ഉദ്ദേശിച്ചതും ഈ പ്രദേശത്ത് നിന്ന് എന്നെ വിടരുതേ എന്ന് അപേക്ഷിച്ചു. പന്നിയിൽ പോകാൻ പറഞ്ഞു, പന്നികളെയും കൂടെ നശിപ്പിച്ചു. ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ കർത്താവ് അതവിടെ ചെയ്യുവാനിടയെത്തി. ഇപ്പം പിശാച് എവിടെയാ? അല്ലെങ്കിൽ ഇപ്പം ഈ ഭൂതം എവിടെയാ? ഇപ്പം എവിടെയാ ഭൂതം? ഭൂതം ഇപ്പോൾ അവിടെ ഉണ്ടോ? ഭൂതത്തിനെ ആരിലെങ്കിലും കയറണം. നമുക്കറിയാം മത്തായി 12-ാമത്തെ അധ്യായത്തിൽ അറിയാം, ഒരു മനുഷ്യനെ വിട്ട്, ഞാൻ വിശദീകരിക്കുന്നതിന് ടൈമില്ലാത്തതുണ്ടോ. അപ്പോൾ ഭൂതം ഇപ്പോൾ അവിടെ ഇല്ല. ഭൂതത്തിന് പോകേണ്ടി വന്നു. അവിടെ നിൽക്കാൻ ഇപ്പം നിൽക്കക്കളിയില്ല, ഭൂതം പോകേണ്ടി വന്നു. എന്നിട്ടാണ് യേശു ആ പടക് കയറുവാൻ ഇറങ്ങി വന്നപ്പോൾ ഇവൻ പറഞ്ഞു, ഞാനും പോരട്ടെയോ? അവൻ്റെ ആ എത്രയും നാളുകളായി ഞാനിവിടെ എന്നെ ചതച്ച് ദണ്ണിപ്പിച്ച് എന്നെ നശിപ്പിച്ച്, എന്തുകൊണ്ടാണ് സ്വന്തം ശരീരത്തെ ഇത് മുറിക്കുവാൻ ഇടയെത്തിരുന്നത്? നാം ഓരോരുത്തർ ആരാണ്? ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ ദൈവത്തിൻ്റെ മന്ദിരമായ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ടാർഗറ്റ്, അല്ലെങ്കിൽ പിശാചിൻ്റെ ദൗത്യം വന്നു. അതിനാൽ ഇടിക്കുകയും ചതയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. ദൈവത്തിനോടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവിടെ നിന്നൊക്കെ ഇറക്കി വിട്ടു, കാര്യപരിപാടികളെല്ലാം കഴിഞ്ഞ് മാറ്റി വിട്ടു. പക്ഷെ ദൈവത്തോട് പ്രതികാരം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പകരം നമ്മെ അത് യൂസ് ചെയ്ത് ദൈവത്തോടുള്ള പ്രതികാരം വീട്ടുവാൻ, നമ്മെ ചതിച്ച് നന്മയെ കെടുത്തി നമുക്ക് രോഗമിട്ട് ഭാരം തന്ന് നന്മ എല്ലാം ആക്കി നമ്മെ ഏതൊക്കെ വിധത്തിന് നമ്മെ ദ്രോഹിക്കാമോ അതെല്ലാം പിശാച് നമ്മെ ചെയ്യുവാനിടയാത്തീരും. പക്ഷെ നമ്മൾ വിട്ടുകൊടുത്തെങ്കിൽ മാത്രം, ഞങ്ങൾ സമ്മതിച്ചെങ്കിൽ മാത്രം, ഞങ്ങൾ അനുവാദം കൊടുക്കാതെ നമ്മ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് എളുപ്പം വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് താല്പര്യമില്ലേ നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കുവാനും, അല്ലെങ്കിൽ കൽപ്പനയൊക്കെ ഇച്ചിരി മാറ്റി വെച്ചിട്ട് ഈ ലോകത്തിൽ പറയുമ്പോൾ നമുക്കൊക്കെ താല്പര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ പിശാചിന് കൂട്ടു നിൽക്കും. പിശാച് പിന്നെ എന്താ ചെയ്യുക? കരിമ്പിൻ ചണ്ടി പോലെ, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവരായി നമ്മെ തീർത്ത് കളയുവാൻ ഇടയായിത്തീരും. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതികളെ നമ്മിൽ കൂടെ ചെയ്യാതെ നമ്മെ നശിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഒന്നാമത്തെ ദൗത്യം. ദൈവത്തോടുള്ള ദേഷ്യം മൊത്തം മനുഷ്യനെ ചെയ്ത് തീർക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ ഈ മനുഷ്യനെ കർത്താവ് എന്തിനാ ഇറങ്ങി വിടുവിച്ചെന്ന് പറഞ്ഞാൽ, എൻ്റെ കൂടെ വരാൻ സമ്മതിക്കാതെ മാറ്റി വിട്ടോ എന്ന് പറഞ്ഞാൽ, നീ വീട്ടിൽ പോയി നിൻ്റെ വീട്ടുകാരോട് ഞാൻ ചെയ്തതെല്ലാം പറയാൻ പറഞ്ഞു. എന്നാൽ എന്താണ് അങ്ങനെ പറഞ്ഞെന്നറിയാമോ? വീട്ടുകാരുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ മഹത്വമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. വീട്ടുകാർ ഇവന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന മറുപടിയാണ് ഇവനെ വീട്ടിലേക്ക് അയക്കുക എന്നുള്ളത്. അവിടെ അവൻ വീട്ടിൽ പോയി വീട്ടുകാരത്ത് മാത്രമല്ല പറഞ്ഞത്, ചുറ്റുവട്ടമുള്ള ദെക്കപ്പൊലി നാട് കംപ്ലീറ്റ് ദൈവത്തെക്കുറിച്ച് പറയുവാൻ ഇടയെത്തിയിരുന്നു. ദെക്കപ്പൊലി നാട് എന്ന് വെച്ചാൽ 10 പട്ടണങ്ങൾ ചേർന്ന, അതായത് സറൗണ്ടിങ് ചേർന്ന എല്ലാ പട്ടണങ്ങളും ചേർന്ന സ്ഥലങ്ങളിലെല്ലാം ഇവ ദൈവത്തെ ഉയർത്തുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ഇതുകൊണ്ടാണ്, ദൗത്യമുള്ളത് കൊണ്ടാണ് ഇവനെ ദൈവവേലയ്ക്ക് വിട്ടുകൊടുക്കാതെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൗത്യത്തെ ചെയ്യുവാൻ വിട്ടുകൊടുക്കാതെ പിശാച് ഇവൻ വേല ചെയ്യുന്നതിന് മുന്നേ ബന്ധിച്ച് ഇവനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ ഇടയായിത്തീർന്നത്. അവൻ്റെ ദൗത്യത്തെ ചെയ്യുവാൻ സമ്മതിക്കാതെ. നമുക്ക് നമ്മളെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ വീടുകളൊക്കെ ഇല്ലേ, ഈ ശ്മശാന മൂകത ഉണ്ടാക്കി വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും വീട്ടുകാരുമായി ബന്ധമില്ലാതെ, വീട്ടുകാരുമായി സഹകരണമില്ലാതെ, വഴക്കുമിട്ട് ബഹളമിട്ട് ദൈവമായിട്ടും അന്യപ്പെട്ട് കുടുംബക്കാരുമായി അന്യപ്പെട്ട് ഒറ്റപ്പെട്ട് ഒരു റൂമിൽ ഇങ്ങനെ കുറ്റിയടിച്ചിരിക്കുക, എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുക, തന്നോട് ആരും അടുത്ത് വരാതിരിക്കാൻ വേണ്ടി ഭീകര അന്തരീക്ഷമെല്ലാം സൃഷ്ടിച്ച് ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു ശ്മശാന മൂകതയിൽ കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. നാം ഒക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അവരെയൊക്കെ പിശാചിനാൽ അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരുപാട് യൗവനക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. നാം ഒക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇത് ദൈവത്തിന് ഉപയോഗമുള്ളവരെ പിശാച് ഇപ്രകാരം ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ ചെന്ന് വീട്ടിൽ മാത്രം ഇവൻ പറയാതെ മൊത്തം പറയുവാൻ ഇടയെത്തുന്നു. അപ്പോൾ ദൈവത്തിന് ദൗത്യമുള്ളവരെ പിശാച് ഇപ്രകാരം ചെയ്ത്, നമുക്കറിയാം ശമരിയ സ്ത്രീയെ ഇല്ലേ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്ത് അവളെ ദൈവത്തിൽ നിന്ന് മാറ്റിവെച്ചു. കർത്താവ് എന്ത് ചെയ്തു? അവളെ തേടി ഇല്ലേ, ആ കിണറ്റിന് കരയിലെത്തിയില്ലേ, എന്നിട്ട് എന്ത് ചെയ്തു? അവളെ പറഞ്ഞു വിട്ടു. റിസൾട്ട് എന്തായിരുന്നു? പട്ടണം മൊത്തം ദൈവസന്നിധിയിൽ വരുവാനിടയായിത്തീർന്നു. അപ്പോൾ ദൈവത്തിന് ദൗത്യമുള്ള മനുഷ്യനെ നാം അത് തിരിച്ചറിഞ്ഞിട്ട് ഏതിലാണോ നമ്മെ പുറകോട്ട് വലിക്കുന്നത് അത് നാം മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവത്തിൻ്റെ ദൗത്യം നമ്മളിലൂടെ ചെയ്ത് തീർക്കുവാൻ ഇടയായിത്തീരും. അതിനായി ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുപോലെ സഹായിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ സമയം തന്ന വിമൻസ് മീറ്റിങ്ങിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന്